ത്രിയേക ദൈവത്തിന് സ്തുതി. 1 പത്രോസിന്റെ ലേഖനത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 1 അധ്യായം 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുടെ പഠനം ഈ ചാനലിൽ ലഭ്യമാണ്. ആദ്യം ഈ അധ്യായത്തിൽ 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങളുടെ സംഗ്രഹം പറയാം. 1 പത്രോസ് 1 അധ്യായം 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിങ്കൽ പ്രത്യാശയോടെ വിശുദ്ധ ജീവിതം നയിക്കാൻ വിശ്വാസികളെ പത്രോസ് ഓർമ്മിപ്പിക്കുന്നു. യേശുവിന്റെ വരവിൽ വെളിപ്പെടുന്ന കൃപയിൽ പൂർണ്ണമായി പ്രത്യാശ വെക്കാനും അവരുടെ പണ്ടത്തെ പാപകരമായ മോഹങ്ങളെ ഒഴിവാക്കാനും വിളിക്കുന്നു. അവർ വീണ്ടെടുക്കപ്പെട്ടത് പൊന്ന്, വെള്ളി എന്നീ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളാൽ അല്ല, മറിച്ച് ലോകസ്ഥാപനത്തിന് മുമ്പ് തെരഞ്ഞെടുക്കപ്പെട്ട ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താലാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ വചനത്തിലൂടെ വീണ്ടും ജനിച്ചതിനാൽ ഹൃദയപൂർവം പരസ്പരം സ്നേഹിക്കാൻ വിശ്വാസികൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവവചനം ശാശ്വതമായതും വിശ്വാസത്തിന്റെ അടിത്തറയുമാണ് എന്ന് ഓർപ്പിച്ച് ഈ അധ്യായം അവസാനിക്കുന്നു. ഇനി ഈ ഭാഗം ചോദ്യോത്തരങ്ങളിലൂടെ പഠിക്കാം. ആദ്യത്തെ ചോദ്യം: യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിങ്കൽ വിശ്വാസികൾ പൂർണ്ണ പ്രത്യാശ വച്ചുകൊള്ളേണ്ടത് ഏതിലാണ്? ഉത്തരം: വരുവാനുള്ള കൃപയിൽ. 1 അധ്യായം 13 വാക്യം. അടുത്ത ചോദ്യം: യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിങ്കൽ വിശ്വാസികൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വച്ചുകൊള്ളേണ്ടത് എങ്ങനെയാണ്? ഉത്തരം: മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി. 1 അധ്യായം 13 വാക്യം. അടുത്ത ചോദ്യം: വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശയ്ക്ക് പകരം വിശ്വാസികൾ എന്ത് മാതൃകയാക്കരുത് എന്നാണ് ഉപദേശിക്കുന്നത്? ഉത്തരം: അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ. 1 അധ്യായം 14 വാക്യം. അടുത്ത ചോദ്യം: വിശ്വാസികൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ വിശുദ്ധരായിരിക്കാൻ എന്തു ചെയ്യണം? ഉത്തരം: അനുസരണമുള്ള മക്കളായി നടക്കണം. 1 അധ്യായം 14 വാക്യം. അടുത്ത ചോദ്യം: ദൈവം ഉൾക്കൊള്ളുന്ന ഏതു ഗുണത്തെ അഥവാ ഏതു സ്വഭാവത്തെ കുറിച്ചാണ് 1 പത്രോസ് 1 അധ്യായത്തിൽ കാണുന്നത്? ഓപ്ഷൻസ്: 1 സ്നേഹം, 2 കരുണ, 3 വിശുദ്ധി, 4 നന്മ. ഉത്തരം: ഓപ്ഷൻ 3 വിശുദ്ധി, 1 അധ്യായം 15 വാക്യം. അടുത്ത ചോദ്യം: വിശ്വാസികൾ അനുസരണമുള്ള മക്കൾ ആകേണ്ടതിന് എന്ത് ചെയ്യണം? ഉത്തരം: എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. 1 അധ്യായം 15 വാക്യം. അടുത്ത ചോദ്യം: ആർക്ക് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ എന്നാണ് വിശ്വാസികളോട് പറയുന്നത്? ഉത്തരം: വിശുദ്ധനായ ദൈവത്തിന് ഒത്തവണ്ണം. 1 അധ്യായം 16 വാക്യം. അടുത്ത ചോദ്യം: വിശുദ്ധിയെക്കുറിച്ച് പത്രോസ് 1 ലേഖനത്തിൽ നൽകുന്ന പഴയ നിയമ വേദവാക്യം ഏത്? ഉത്തരം: ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ. 1 അധ്യായം 16 വാക്യം. അടുത്ത ചോദ്യം: ഓരോരുത്തന്റെയും ന്യായവിധിയുടെ അടിസ്ഥാനം എന്ത്? ഉത്തരം: പ്രവൃത്തി. 1 അധ്യായം 17 വാക്യം. അടുത്ത ചോദ്യം: വിശ്വാസികൾ ന്യായം വിധിക്കുന്നവനെ വിളിക്കുന്ന പേരെന്ത്? ഉത്തരം: പിതാവ്. 1 അധ്യായം 17 വാക്യം. അടുത്ത ചോദ്യം: പിതാവായ ദൈവത്തിന്റെ ന്യായവിധിയുടെ പ്രത്യേകത എന്ത്? ഉത്തരം: മുഖപക്ഷം കൂടാത്തത്. 1 അധ്യായം 17 വാക്യം. അടുത്ത ചോദ്യം: വിശ്വാസികൾ അവരുടെ വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശയോടെ കഴിക്കുന്ന സമയത്തെ അഥവാ കാലത്തെ എന്തു വിളിക്കാം? ഉത്തരം: പ്രവാസകാലം. 1 അധ്യായം 17 വാക്യം. അടുത്ത ചോദ്യം: പ്രവർത്തിക്കത്തക്ക ന്യായവിധി ഉള്ളതുകൊണ്ട് വിശ്വാസികൾ അവരുടെ പ്രവാസകാലത്ത് എങ്ങനെയായിരിക്കണം?
ഉത്തരം ഭയത്തോടെ. 1-ാം അധ്യായം 17-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ എന്ന് വിശ്വാസികളെ പത്രോസ് ഓർപ്പിക്കുന്നതിന്റെ കാരണമെന്ത്? ഉത്തരം മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പിതാവ് അഥവാ പിതാവായ ദൈവം ന്യായം വിധിക്കുന്നത് കൊണ്ട്. 1-ാം അധ്യായം 17-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, വിശ്വാസികളുടെ അഥവാ ജനതകളുടെ കഴിഞ്ഞകാല നടപ്പുകളിലെ പാപ സ്വഭാവങ്ങൾ എന്തെല്ലാം? ഉത്തരം വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ളവ. 1-ാം അധ്യായം 17-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, വിശ്വാസികളെ അവരുടെ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നടപ്പിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടല്ല? ഉത്തരം പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, വിശ്വാസികളെ വീണ്ടെടുത്തിരിക്കുന്ന ക്രിസ്തുവിന് നൽകിയിരിക്കുന്ന സാദൃശ്യം എന്താണ്? ഉത്തരം നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ സാദൃശ്യം. 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, വിശ്വാസികളെ അവരുടെ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നടപ്പിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നത് ആരാണ്? ഉത്തരം ക്രിസ്തു. 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാട്. അടുത്ത ചോദ്യം, വിശ്വാസികളെ അവരുടെ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നടപ്പിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട്. 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ക്രിസ്തു എന്ന കുഞ്ഞാടിന്റെ 2 പ്രത്യേകതകൾ എന്തെല്ലാം? ഉത്തരം 1 നിർദോഷമായത്, 2 നിഷ്കളങ്കമായത്. 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ക്രിസ്തു വിശ്വാസികളുടെ വീണ്ടെടുപ്പുകാരനായി അറിയപ്പെട്ടത് എപ്പോൾ മുതലാണ്? ഉത്തരം ലോകസ്ഥാപനത്തിന് മുമ്പേ. 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, വിശ്വാസികൾക്കു വേണ്ടി ക്രിസ്തു വെളിപ്പെട്ടവനായി കാണുന്നത് എപ്പോഴാണ്? ഉത്തരം ഈ അന്ത്യകാലത്ത്. 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ക്രിസ്തു ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനായി കാണുന്നത് ആർക്കു വേണ്ടി? ഉത്തരം ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് ആര്? ഓപ്ഷൻസ്: 1 ദൈവം, 2 സ്വന്തം ശക്തിയാൽ, 3 സ്വന്തം ജീവനാൽ, 4 സ്വന്തം തീരുമാനത്താൽ. ഉത്തരം ഓപ്ഷൻ 1 ദൈവം. 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് എന്ത് കൊടുത്തുമിരിക്കുന്നു? ഉത്തരം തേജസ്. 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തത് എന്തിനായിരുന്നു? ഉത്തരം വിശ്വാസികളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വച്ചുകൊള്ളേണ്ടതിന്. 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, വിശ്വാസികൾ നിർമ്മലീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം സത്യം അനുസരിക്കയാൽ. 1-ാം അധ്യായം 22-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, വിശ്വാസികൾ നിർമ്മലീകരിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം അന്യോന്യം ഉറ്റു സ്നേഹിപ്പാൻ. 1-ാം അധ്യായം 22-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, നിർമ്മലീകരിച്ചിരിക്കുന്ന വിശ്വാസികൾ അന്യോന്യം ഉറ്റു സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? ഉത്തരം ഹൃദയപൂർവം. 1-ാം അധ്യായം 22-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, സത്യം അനുസരിക്കയാൽ വിശ്വാസികളിൽ ആത്യന്തികമായി കാണുന്നത് എന്താണ്? ഉത്തരം ഹൃദയപൂർവമുള്ള സ്നേഹം. 1-ാം അധ്യായം 22-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, വിശ്വാസികൾ അന്യോന്യം സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? ഉത്തരം ഹൃദയപൂർവം ഉറ്റു സ്നേഹിക്കണം.
ഒന്നാം അധ്യായം 22 വാക്യം. അടുത്തതായി പൂരിപ്പിക്കുവാനുള്ളതാണ് വാക്യം. എന്നാൽ സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ 3 വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട്. നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഉറ്റു സ്നേഹിപ്പീൻ. ഉത്തരം: 1 ആത്മാക്കളെ, 2 നിർവ്യാജമായ, 3 സഹോദര പ്രീതിക്കായി. ഒന്നാം അധ്യായം 22 വാക്യം. അടുത്ത ചോദ്യം: വിശ്വാസികൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം: ദൈവവചനത്താൽ. ഒന്നാം അധ്യായം 23 വാക്യം. അടുത്ത ചോദ്യം: വിശ്വാസികൾ വീണ്ടും ജനിച്ചിരിക്കുന്ന ദൈവവചനത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ഉത്തരം: ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനം. ഒന്നാം അധ്യായം 23 വാക്യം. അടുത്തതായി പൂരിപ്പിക്കുവാനുള്ളതാണ് വാക്യം. ആദ്യം 2 വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട്. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഉത്തരം: കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ. ഒന്നാം അധ്യായം 23 വാക്യം. അടുത്ത ചോദ്യം: പുല്ലുപോലെ എന്ന് ഉപമിച്ചിരിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം: സകല ജഡത്തെയും. ഒന്നാം അധ്യായം 24 വാക്യം. അടുത്ത ചോദ്യം: സകല ജഡത്തിന്റെയും ഭംഗിയെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? ഉത്തരം: പുല്ലിന്റെ പൂ പോലെ. ഒന്നാം അധ്യായം 24 വാക്യം. അടുത്ത ചോദ്യം: പുല്ലുവാടി പൂ ഉതിർന്നുപോയി എന്ന ഉപമയുടെ അർത്ഥം എന്ത്? ഉത്തരം: സകല ജഡവും അതിന്റെ ഭംഗിയും ഇല്ലാതാകും എന്നർത്ഥം. ഒന്നാം അധ്യായം 24 വാക്യം. യെശയ്യാവ് 40 അധ്യായം 6 വാക്യത്തിലെ ഉദ്ധരണിയാണ് പത്രോസ് എടുത്തിട്ടുള്ളത്. പ്രകൃതിയുടെ അഥവാ സകല ജഡത്തിന്റെയും ക്ഷണികമായ സ്വഭാവത്തെയും ദൈവവചനത്തിന്റെ നിത്യതയെയും താരതമ്യം ചെയ്യുവാൻ ഉപയോഗിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം: പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ എന്നേക്കും നിലനിൽക്കുന്നതായി പറയുന്നത് എന്താണ്? ഉത്തരം: കർത്താവിന്റെ വചനം. ഒന്നാം അധ്യായം 25 വാക്യം. അടുത്ത ചോദ്യം: വിശ്വാസികളുടെ വീണ്ടെടുപ്പ് എപ്രകാരമാണ്? ഓപ്ഷൻസ്: 1 യേശുവിന്റെ രക്തത്താൽ, 2 ദൈവവചനത്താൽ, 3 അവരുടെ പ്രാർത്ഥനകളാൽ, 4 അവരുടെ വിശ്വാസത്താൽ. ഉത്തരം: ഓപ്ഷൻ 1 യേശുവിന്റെ രക്തത്താൽ. ഒന്നാം അധ്യായം 18-19 വാക്യങ്ങൾ. ഈ അധ്യായത്തിലെ ഒടുവിലത്തെ ചോദ്യം: സകല ജഡത്തിന്റെയും വീണ്ടും ജനനം എപ്രകാരമാണ്? ഓപ്ഷൻസ്: 1 യേശുവിന്റെ രക്തത്താൽ, 2 ദൈവവചനത്താൽ, 3 അവരുടെ പ്രാർത്ഥനകളാൽ, 4 അവരുടെ വിശ്വാസത്താൽ. ഉത്തരം: ഓപ്ഷൻ 2 ദൈവവചനത്താൽ. ഒന്നാം അധ്യായം 23-25 വാക്യങ്ങൾ. ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു.